ചുനക്കര തിരുവൈരൂർ മഹാദേവർ ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ച ഭക്തിസാന്ദ്രമായി. വർണ്ണാഭമാർന്ന കെട്ടുകാഴ്ച കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പ്രസിദ്ധമായ ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ 10 നാളത്തെ തിരുവുത്സവമാണ് ആറാട്ടോടെ സമാപിച്ചത്. ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന വർണ്ണാഭമായ കെട്ടുകാഴ്ച ഭക്തിസാന്ദ്രമായി. വർണ്ണവിസ്മയമൊരുക്കിയ കെട്ടുകാഴ്ച കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തെക്കുമുറി, കരിമുളയ്ക്കൽ, കോമല്ലൂർ, നടുവിലേമുറി, വടക്കുമുറി, കിഴക്കുമുറി എന്നീ കരകളിൽ നിന്നാണ് കെട്ടുകാഴ്ചകളായ നന്ദികേശന്മാർ എത്തിച്ചേർന്നത്. വെള്ളയും ചുവപ്പും പട്ടുകൾ തുന്നി നന്ദികേശ ശിരസ് ഘടിപ്പിച്ച് അലങ്കാരങ്ങളും ചമയങ്ങളും ചാർത്തിയ മനോഹരങ്ങളായ ജോഡിക്കാളകളെ വിവിധ വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും ദേവവേഷങ്ങളുടെയും അകമ്പടിയോടെ കരക്കാരൊന്നടങ്കം ചേർന്ന് ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള കളിക്കണ്ടത്തിലേക്ക് ഒന്നൊന്നായി എത്തിച്ചു. കളിക്കണ്ടം ആയിരങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. കളിക്കണ്ടത്തിലേക്ക് ജീവിത എഴുന്നള്ളിച്ച് അനുഗ്രഹം നൽകിയതോടെ കെട്ടുകാഴ്ചകളൊന്നൊന്നായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ അണിനിരന്നു. തുടർന്ന് മേൽശാന്തി ശ്രീവള്ളിയിലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയിറക്ക്, ആറാട്ടുപുറപ്പാട്, ആറാട്ടുവരവ്, വലിയ കാണിക്ക തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം കലാപരിപാടികളും നടന്നു. തിരുആറാട്ടിനും കെട്ടുകാഴ്ചയ്ക്കും ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് യു അനിൽകുമാർ, സെക്രട്ടറി ആർ സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ പി ഗോപാലകൃഷ്ണപിള്ള, എ ജി അരുൺ, സഹദേവൻ നായർ, ജോയിന്റ് സെക്രട്ടറിമാരായ സി വി രാജീവ്, എസ് അനിൽകുമാർ, കെ കോമളൻ, കരക്കൺവീനർമാരായ എം ഹരികൃഷ്ണൻ, പി വിശ്വനാഥൻ നായർ, ഗംഗാധരൻ പിള്ള, കെ രവീന്ദ്രൻ, ഗോപാലക്കുറുപ്പ്, മധുസൂദൻ പിള്ള, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.